ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവൈകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പന നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ വേദമൂർത്തികളുടെ പ്രാർത്ഥനയാണ് തുടർന്നു കൊണ്ടുപോകുന്നതും. അപ്പോൾ ഭക്തിയുത സേവനവും ഭക്തി ജീവിതത്തിൻ്റെ 9 വിഭിന്ന പ്രക്രിയ: ശ്രവണം, കീർത്തനം, മനനം, അർച്ചനം, സേവനം, ദാസ്യം, ഇങ്ങനെ ആത്മസമർപ്പണം വരെയുള്ള ആ ഭക്തിയുത സേവനത്തിൽ വ്യാപരിക്കലും മറ്റ് ഈ ആധ്യാത്മിക സാക്ഷാത്കാരത്തിനായിക്കൊണ്ട് ഒരു മാർഗവും അതിനപ്പുറമായിട്ടുള്ള ഒരു മാർഗവും ബുദ്ധിശാലിയായ ഭക്തന്മാർ സ്വീകരിക്കുന്നതല്ല. അവിടുത്തെ അതീന്ദ്രിയ ലീലകളെക്കുറിച്ച് കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുമ്പോൾ മോക്ഷത്തിൽ നിന്നോ സർവേശ്വരൻ്റെ അസ്തിത്വത്തിൽ ലയിക്കുന്നതിൽ നിന്നോ ലഭിക്കുന്ന അതീന്ദ്രിയ ആനന്ദം മറ്റൊരു പ്രക്രിയയിലും അവന് ലഭിക്കുന്നതുമല്ല. അവർക്ക് മുക്തിയിൽ പോലും താല്പര്യമില്ല. അപ്പോൾ പിന്നെ വിഷയസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വർഗലോകങ്ങളിലേക്ക് ഉയർത്തപ്പെടാൻ തീരെ താല്പര്യമില്ലെന്ന് വിശേഷിച്ചും പറയേണ്ടതില്ലല്ലോ. പരമഹംസന്മാരായിട്ടുള്ള, അതായത് മഹാഭക്തന്മാരായിട്ടുള്ള സമ്പർക്കം മാത്രമാണ് നിർമ്മല ഭക്തന്മാർ തേടുന്നത്. അതുവഴി അവർക്ക് അവിടുത്തെ മഹിമാനങ്ങൾ കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യാമല്ലോ. ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കുടുംബം, ജീവിതം, സമൂഹം, സൗഹൃദം, പ്രേമം തുടങ്ങിയ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയുള്ള സർവ്വസുഖങ്ങളും ത്യജിക്കാൻ നിർമ്മല ഭക്തന്മാർ തയ്യാറാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നീ അവിടുത്തെ മഹിമാനങ്ങളെ കീർത്തിക്കുന്ന അതീന്ദ്രിയ ആനന്ദത്തിൻ്റെ ആസ്വാദ്യതയിലൂടെ ഭക്തി രസാമൃതം നുണയുമ്പോൾ മറ്റ് യാതൊരു ആധ്യാത്മിക ആനന്ദമോ ഭൗതിക സുഖമോ കാര്യമാക്കുന്നില്ല. അവയൊക്കെ അവർക്ക് തെരുവിലേക്ക് വൈക്കോൽ ചണ്ടിയേക്കാൾ അപ്രധാനമാണ്. അതായത് യഥാർത്ഥ ഭക്തിയുടെ രഹസ്യത്തെ മനസ്സിലാക്കി നമ്മൾ ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന ശാന്തിയും സമാധാനവും ബാക്കി ഭൗതിക കാര്യങ്ങളിൽ നമുക്ക് താല്പര്യമില്ലാതെ വരികയും അതിനോട് വിരക്തി ഉണ്ടാക്കുകയും ചെയ്യും. അതിൽ നിന്ന് ഭൗതിക കാര്യങ്ങളിൽ, ആധ്യാത്മിക കാര്യങ്ങളിൽ കിട്ടുന്ന ഏറ്റവും വലിയ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ഈ തിരിച്ചറിയലാണ്. ഭൗതിക കാര്യങ്ങളിൽ കിട്ടുന്ന സുഖവും ദുഃഖവും അത് വന്നും പോയിരിക്കുന്നതാണ്, അത് പ്രേയസാണെന്നുള്ള തിരിച്ചറിയലും പിന്നെ ശ്രേയസ്കരമായിട്ടുള്ള ഭക്തിയുത സേവനത്തിൽ നിന്ന് നിത്യശാന്തി നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുന്നതുമാണ് ഈ ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഏറ്റവും അനുഭവജ്ഞാനം എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാം. ഭൗതിക കാര്യങ്ങളിൽ നാം രമിച്ച് നടന്നിരുന്ന കാലങ്ങളുണ്ട്. അതിൽ നിന്ന് കിട്ടിയിരുന്ന അനുഭവങ്ങൾ ശാശ്വതമായിരുന്നോ, സുഖമായിരുന്നോ, ദുഃഖമായിരുന്നോ, രണ്ടും ശാശ്വതമായിരുന്നോ? ഇനി അതിൽ നിന്ന് കേടിയിട്ടുള്ള ഇഷ്ടഭോഗങ്ങളായിക്കോട്ടെ, ഇഷ്ടവസ്തുക്കളായിക്കോട്ടെ, ഇഷ്ടബന്ധുക്കളായിക്കോട്ടെ, ഇതൊക്കെ ശാശ്വതമായിട്ട് നമ്മൾ അനുഭവിച്ചിരുന്നോ? അതെയോ ഇപ്പോൾ നമ്മൾ ഭക്തിയുത സേവനത്തിലേക്ക്, യഥാർത്ഥ ഭക്തിമാർഗത്തിലേക്ക് തിരിച്ചപ്പോൾ ഉണ്ടായ ആ ആനന്ദം, അവിടെ സുഖവും ദുഃഖമല്ല, താൽക്കാലികമായിട്ടുള്ള ഒരു പ്രക്രിയയല്ല, അതിൽ നിന്ന് നിത്യശാന്തി, നമുക്ക് ശാന്തിയും സമാധാനവും അല്പമെങ്കിലും അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ധന്യരാകുകയും ചെയ്യും. അതിൽ തന്നെ താല്പര്യം വീണ്ടും വീണ്ടും ഉണ്ടാകുകയും ചെയ്യും. ഭഗവാൻ ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ശാശ്വതമായ സുഖം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആ സുഖത്തിൻ്റെ, സാത്വിക സുഖത്തിൻ്റെ പ്രത്യേകത എന്താ? എത്തദഗ്രേ വിഷമിവ പരിണാമേ മൃതോമം തത്സുഖം പ്രാപ്തം ആത്മബുദ്ധിപ്രസാദജം. ഇപ്പൊ സാത്വികമായ സുഖം ആണ് നമുക്ക് തുടക്കത്തിൽ വിഷം പോലെ ഇരിക്കും, അനുഭവത്തിൽ വരുമ്പോൾ അത് അമൃതതുല്യമായിട്ട് വരും. കാലക്രമത്തിൽ ആദ്യം വിഷതുല്യമായിരിക്കും, കാളകൂട വിഷം പോലെയാണ്. ഇപ്പൊ പാലാഴി കടയുന്ന സമയത്ത് തന്നെ ആദ്യം പൊങ്ങി വന്ന എന്താ? വിഷമാണ്. അത് മഹാദേവൻ പാനം ചെയ്ത് സ്വയം നീലകണ്ഠനായിട്ട് മാറി. അതിൽ നിന്നാണ് വീണ്ടും ലോകത്തിന് അമൃതതുല്യമായിട്ടുള്ള സുഖം ലഭിക്കാൻ കാരണമായി. പിന്നെ എന്തൊക്കെയാണ് പാലാഴിയിൽ നിന്ന് കിട്ടിയതൊക്കെ സുഖത്തെ നൽകുന്നതായിരുന്നു. അത് താൽക്കാലിക ഇഷ്ടഭോഗങ്ങളായിക്കോട്ടെ, വിഷ്ണുവിന് പോലും
ശാശ്വതമായിട്ടുള്ള ആ ലക്ഷ്മി ദേവിയെ കിട്ടിയതൊക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ശരീരത്തെ നിലനിർത്തുന്നതിന് ആവശ്യമായ അമൃതതുല്യമായിരിക്കുന്ന ഔഷധം കൊണ്ടുവന്ന ഭഗവാന്റെ അവതാരം ധന്വന്തരി മൂർത്തി, പിന്നെ കിട്ടിയതൊക്കെ അമൃതതുല്യമായിട്ടായി മാറി. അത് ആത്മാവിനും ബുദ്ധിക്കും പ്രസാദജമായിട്ട് മാറി. അത് അസുരന്മാർക്ക് പോലും അത് താൽക്കാലികമായിട്ടാണെങ്കിലും ആനന്ദത്തെ ഉണ്ടാക്കി കൊടുക്കുന്നതായിട്ട് മാറി. അപ്പോൾ അമൃത് കിട്ടിയപ്പോൾ പോലും അത് എടുത്തുകൊണ്ട് ഓടാനും അതിൻ്റെ പിന്നാലെ പരക്കം പായാനും ഒക്കെ കാരണമായാലും ഇവിടെയൊക്കെ എത്തനഗ്രേ വിഷമിമ പരിണാമേ മൃദോപമം സത്സുഖം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം. അതാണ് ശാശ്വതമായ സുഖം. അത് സാത്വിക മാർഗത്തിൽ ചരിക്കുന്നവർക്കേ ലഭിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ സൂചന. രജോ ഗുണത്തിനും തമോ ഗുണത്തിനും അടിമയായിട്ട് ഭൗതിക ശക്തികൾക്ക് രജോ ഗുണം തമോ ഗുണം അധികരിച്ചിരിക്കുന്ന ഭൗതിക ശക്തികളാണ്. അപ്പോൾ അതിൽ ഇന്ദ്രിയ സുഖങ്ങൾക്കോ മനോബുദ്ധികൾക്കോ താൽക്കാലികമായ ഭൗതിക സുഖങ്ങളൊക്കെ ലഭിച്ചു എന്നിരിക്കും. പക്ഷേ അത് ശാശ്വതമല്ല. അത് തുടക്കത്തിൽ അമൃത് പോലെ ഇരിക്കും, കാലക്രമത്തിൽ അത് വിഷതുല്യമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ശാശ്വതമായ സുഖമാണ് നമ്മളൊക്കെ തേടുന്നത് എങ്കിൽ, എന്നാണോ ഈ മാർഗത്തിൽ പ്രവേശിക്കുന്നത് അതിൻ്റെ ആ ശാശ്വതമായ സുഖം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊരിക്കലും വിട്ടുപോകാതിരിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ പ്രകടമാകും എന്നുള്ളതാണ്. അത് ഇനി ഇപ്പം തൽക്കാലം ഈ ശരീരം സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പകുതി ഭാഗത്ത് റിട്ടയർ ചെയ്യുന്ന പ്രായാധിക്യം വരുമ്പോഴൊക്കെയാണ് കുറച്ച് അധികം പേരും ഭക്തിയിലേക്കൊക്കെ വരിക. ഭൗതിക കാര്യങ്ങൾ രമിച്ച് നടക്കുന്നതുകൊണ്ട് ഞാൻ അടക്കം 40 വയസ്സിന് ശേഷമാണ് ഇതിൽ വന്നത്. അപ്പം ഇതിൽ വന്നിട്ട് നമ്മൾ ഇന്ന് ഈ ശരീരം ഈ ജന്മത്തിൽ ത്യജിക്കേണ്ടി വന്നാലും നമ്മെ ഭക്ത പ്രണശതി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ലേ, അടുത്ത ജന്മം കിട്ടിയാലും അതിനനുസരിച്ചുള്ള അതിൻ്റെ അടുത്ത പടിയായിട്ടായിരിക്കും ശരീരം കിട്ടുക. അപ്പം നമ്മൾ എന്തായാലും ജീവിതകാലം ഇനിയുള്ള കാലമെങ്കിലും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മരിക്കാൻ ഇടവരാൻ പ്രാർത്ഥിക്കുക. നമുക്കത് സാധിക്കും. കാരണം ശാശ്വതമായ സുഖം എന്താണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഈ ഭക്തിയുത സേവനത്തിലൂടെ മനസ്സിലായി, മഹാത്മാക്കളിൽ നിന്ന് മനസ്സിലായി, പുരാണങ്ങളിൽ നിന്ന് മനസ്സിലായി. അത് വെച്ചുകൊണ്ട് നിരന്തര ചിന്ത ഭഗവാനെ പറ്റി അതിലുള്ള ആ ശാശ്വതമായ സുഖത്തിൽ രമിച്ച് നടക്കുന്നവർക്ക് ശരീരം ത്യജിക്കുന്ന അവസ്ഥയിൽ തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മരാന്ന് ഭഗവാൻ പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചാൽ അടുത്ത ജന്മത്തിലും ഈ വാസനാബലത്താൽ തന്നെയുള്ള ശരീരം കിട്ടും എന്നർത്ഥം. അപ്പോൾ വീണ്ടും നമുക്ക് ഭക്തിയുത സേവനത്തിലേക്ക് തന്നെ ആകർഷിക്കപ്പെടുകയും ഈ ശാശ്വതമായ സുഖം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതാണ് ആധ്യാത്മികമായിട്ട് ഉയർച്ച ഉണ്ടായാൽ മാത്രമേ അത് ആത്മാവിനും ബുദ്ധിക്കും വരെ പ്രസാദജമായിട്ട് മാറുകയുള്ളൂ. പ്രസാദയെ സർവ്വദുഃഖാനാം ഹാനി രസ്യോപജായതേ എന്ന് ഭഗവാൻ ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വേദമൂർത്തികൾ തുടർന്നും പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭഗവാനെ, തികഞ്ഞ കൃഷ്ണ അവബോധത്തിൽ തൻ്റെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ഭക്തിയുത സേവനത്തിലൂടെ ശുദ്ധീകരിക്കുന്നവന് മനസ്സ് സുഹൃത്തായിട്ട് മാറും. മറിച്ചാണെങ്കിൽ മനസ്സ് എന്നും അവൻ്റെ ശത്രുവായിട്ട് മാറും. മനസ്സ് ശുദ്ധമാകുമ്പോൾ അതിന് സദാ സർവേശ്വരനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും. അതുകൊണ്ടാണ് മനസ്സ് ഭഗവത് സേവനത്തിൽ വ്യാപൃതം ആയിരിക്കുമ്പോൾ അത് ജീവാത്മാവിൻ്റെ ഉറ്റ സുഹൃത്തായി തീരുന്നത്. അവിടേക്ക് ജീവാത്മാക്കൾ എന്നും പ്രിയപ്പെട്ടവരാണ്. അതിനാൽ മനസ്സ് അവിടുത്തെ ചിന്തയിൽ വ്യാപൃതമായിരിക്കുമ്പോൾ ഒരുവൻ അനേകം ജന്മങ്ങളായിട്ട് അഭിലഷിച്ചു കൊണ്ടിരിക്കുന്ന പൂർണ്ണ സംതൃപ്തി കൈവന്നതായിട്ട് അവന് തന്നെ മനസ്സിലാക്കും. ഇപ്രകാരം മനസ്സ് ഭഗവാന്റെ പാദപത്മങ്ങളിൽ സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ തരം താഴ്ന്ന ആരാധനയോ ആത്മസാക്ഷാത്കാരത്തിനായിട്ട് മറ്റ് ഏതെങ്കിലും ഭൗതികമായ പ്രക്രിയ സ്വീകരിക്കുകയോ ചെയ്യുന്ന ജീവാത്മാവ് ജനനമരണങ്ങളുടെ പുനരാവൃത്തിക്കിരയാകുന്നു. ഇനി ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യവും കൂടെ ഇവിടെ ഒന്ന് സൂചിപ്പിക്കുന്നു വേദമൂർത്തികൾ. എപ്പോഴും ഭഗവാനെ, അതായത് മനസ്സ് അവിടുത്തെ ചിന്തയിൽ വ്യാപൃതമായിരിക്കുമ്പോൾ ഒരുവൻ അനേകം ജന്മങ്ങളായി അഭിലേഷിച്ചു കൊണ്ടിരുന്ന പൂർണ്ണ സംതൃപ്തി കൈവന്നതായിട്ട് അവന് തോന്നും, അനുഭവത്തിലാകും. ഇതാണ് ജീവൻ മുക്തി ഭാവത്തിലുള്ള ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഇനി ഇപ്രകാരം മനസ്സ് ഭഗവാന്റെ പാദപത്മങ്ങളിൽ സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ തരം താഴ്ന്ന ആരാധനയോ ഇല്ലെങ്കിൽ വേദവൈദിക മാർഗങ്ങളിൽ മറ്റു മാർഗങ്ങളോ ആത്മസാക്ഷാത്കാരത്തിനായിട്ട് മറ്റ് ഏതെങ്കിലും പ്രക്രിയ സ്വീകരിക്കുകയോ ചെയ്യുന്ന ജീവാത്മാവ് ജനനമരണങ്ങളുടെ പുനരാവൃത്തിക്ക് ഇരയായിത്തീരുകയും ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് പട്ടി, പൂച്ച തുടങ്ങിയ ഗർഹണീയമായ ജീവഗണത്തിൽ പ്രവേശിച്ച് ജീവാത്മാവ് എത്രമാത്രം അധപ്പതിപ്പിക്കുന്നുവോ ആർക്കും കണക്കാക്കാൻ സാധ്യമല്ല. ഇപ്പം നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുന്നതിൽ ഈ ഭക്തിമാർഗത്തിൽ ആത്മസാക്ഷാത്കാരത്തിൽ പ്രവർത്തിക്കുന്ന ആധ്യാത്മിക രംഗത്ത്
പ്രവേശിച്ചവർക്ക് പോലും എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് അതീന്ദ്രിയ സുഖത്തെ നൽകുന്നതായ ഈ പറയുന്ന സത്സംഗങ്ങളും ദർശനങ്ങളും തീർത്ഥാടനങ്ങളും സത്സംഗങ്ങളും ഒക്കെ പങ്കെടുക്കുന്നുണ്ടാവും, പാരായണങ്ങളും ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭൗതികതയിൽ രമിക്കുന്ന കൂട്ടത്തിൽ പട്ടിയും പൂച്ചയും ഇല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളുമായിട്ട് ഭൗതിക തലത്തിൽ അവർ രമിക്കാനിട വന്നാൽ, അവരിനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാനിട വന്നാൽ അവരുടെ ജന്മം വരെ ചിലപ്പോൾ അധപ്പതിക്കാൻ ഇടവരുന്നും കൂടെ ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെയാണ് പ്രത്യക്ഷ ഉദാഹരണം ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്ന ഭരത മഹർഷിയുടെ കഥയൊക്കെ. അപ്പം പട്ടിയും പൂച്ചയൊക്കെ ആയിട്ട് ഇപ്പം നമ്മൾ കുറച്ചു നേരം ഭക്തിയുടെ കാര്യത്തിൽ ഗുരുവായൂർ പോയി ദർശനം നടത്തി, ഗുരുവാനോട് ആകർഷണം തോന്നി, പിന്നെ നാരായണീയം വായിക്കലും ഭാഗവതം വായിക്കലും ഈ പറയുന്ന സത്സംഗങ്ങളൊക്കെ പങ്കെടുക്കും. എന്നിട്ട് ഈ പട്ടിയും പൂച്ചയുടെയും പിന്നേറെയൊക്കെ പോയി നടന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ലിമിറ്റ് കൂടുതൽ മമതാബന്ധം ഉണ്ടാക്കുകയും പിന്നെ നമ്മുടെ ജന്മം ചിലപ്പോൾ വ്യർത്ഥമായി പോകുന്നർത്ഥം. നമ്മൾ കൂടുതൽ സമയം എന്തിനു വേണ്ടിയിട്ടാണോ ചെലവഴിക്കുന്നത് അതായിരിക്കും നമ്മുടെ ചിന്തയിൽ ദൃഢതയുണ്ടാകുക. സ്മരണ കൂടുതൽ നിലനിർത്തുന്നത് ജീവിതത്തിൽ 24 മണിക്കൂറിൽ നമ്മളൊരു ഏത് വിഷയത്തിലാണോ കൂടുതൽ നമ്മുടെ സ്മരണയും നിലനിർത്തുന്നത് ഇല്ലെങ്കിൽ കർമ്മത്തിലേർപ്പെടുന്നത്, അത് നമ്മുടെ കർമ്മവാസനയും ജന്മവാസനയായിട്ട് മാറുന്നു. 24 മണിക്കൂർ ഒരു ദിവസത്തെ തന്നെ നമ്മൾ സമയമെടുത്താൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഏത് വിഷയത്തിലാണോ ഇന്ദ്രിയ മനോബുദ്ധികളെ പിടിച്ചു നിർത്തുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ നിത്യസ്മരണ ആ പ്രബലമായ ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോകുക എന്നർത്ഥം. അപ്പോൾ ദിവസവും നമ്മൾ സഹസ്രനാമം ജപിക്കുകയും ഗീത പഠിക്കുകയും ഭാഗവതം വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് എത്ര സമയം? ബാക്കിയുള്ള വിഷയങ്ങളിൽ ഏതായാലും 24 മണിക്കൂറും ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും പൂജാമുറിയിൽ 24 മണിക്കൂർ ഇരുന്നുകൊണ്ട് ഭജിച്ചുകൊണ്ടിരുന്നാൽ തന്നെ ബാക്കിയുള്ളവർ പറയും ഭ്രാന്താന്ന് പറയും. അപ്പം നമ്മുടെ ഒരു സമയക്രമം അനുസരിച്ചുകൊണ്ട് നമ്മളിതൊക്കെ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഭൗതിക കാര്യങ്ങൾ രമിക്കുമ്പോൾ നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിൽ അറ്റാച്ച്മെൻറ്റും മമതാബന്ധവും ജന്മവാസനയും ഉണ്ടാക്കുന്ന വിധത്തിൽ എന്തെങ്കിലും മമതാബന്ധം വച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അത് തീർച്ചയായിട്ടും അടുത്ത ജന്മത്തിൽ അത് പ്രതിഫലിക്കും എന്നർത്ഥം. അതനുസരിച്ചുള്ള ജന്മമായിരിക്കും പോവുക. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞ തസ്മാ സർവേഷു കാലേഷു യത് കരോഷേ സ്നാശിത, എന്ത് ചെയ്താലും വേണ്ടില്ല, ചിന്തിച്ചാലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും ഭഗവാനെ വിചാരിച്ചുകൊണ്ട് ചെയ്യണം, സ്മരിച്ചുകൊണ്ട് ചെയ്യണം. അതിലായിരിക്കും പ്രബലത നേടേണ്ടത്. അതല്ലെങ്കിൽ ആധ്യാത്മിക രംഗത്തെ പ്രവർത്തനങ്ങൾ പോലും വ്യർത്ഥമായി ഭവിക്കാനിട വരുന്ന പുരാണ കഥകളിലൂടെ തന്നെ ഭഗവാൻ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ വ്യക്തമായിട്ട് വേദമൂർത്തികളും പറയുന്നത് തന്നെയാണ്. അതിൻ്റെ ഫലമായിട്ട് പട്ടി പൂച്ച തുടങ്ങിയ, അതായത് നമ്മുടെ ജന്മത്തെ അധപ്പതിക്കാൻ ഇടവരും. എന്തിനാണോ അറ്റാച്ച്മെന്റ് കൂടുതലാകുന്നത്, ഭൗതിക ബന്ധുക്കളായും രക്തബന്ധം കൊണ്ടോ ആത്മബന്ധം കൊണ്ടോ നക്ഷത്ര ബന്ധം കൊണ്ടോ സാമൂഹ്യ ബന്ധം കൊണ്ടോ നമുക്ക് എന്തിനോടാണോ ഇഷ്ടം കൂടുതൽ നിലനിർത്തുകയും ഏത് ചിന്തയിലാണോ പ്രബലത വരുത്തിക്കൊണ്ട് മരണസമയത്ത് നമ്മൾ ശരീരം ത്യജിക്കുന്നത് അതനുസരിച്ചുള്ള ജന്മത്തിലേക്ക് പോകുന്നുള്ളത് ഉറപ്പ് ഇവിടെ തരുന്നു. അതുകൊണ്ട് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ നിരതനാകുന്നതിന് പകരം ദാർശനിക സിദ്ധാന്തങ്ങളെ ആകർഷനാകുന്ന സുഖഭോഗങ്ങളിൽ ഭോഗത്തിനായുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവനും അത്തരം പ്രവൃത്തികളുടെ വിഷയലിപ്തമായ ഫലങ്ങൾ പാനം ചെയ്യേണ്ടി വരും. ഇത്തരം ആളുകൾ വിവിധ ജീവഗണത്തിൽ ജന്മമെടുത്ത് മാംസാഹാരം, മദ്യപാനം എന്നീ ഗർഹിണീയമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും നിർബന്ധിതരായിത്തീരും. ഭൗതികവാദികൾ പൊതുവെ ക്ഷണികമായിരിക്കുന്ന ശരീരത്തെ ആരാധിച്ച് ശരീരത്തിനുള്ളിൽ കൊടികൊള്ളുന്ന ആത്മാവിൻ്റെ ക്ഷേമത്തെ വിസ്മരിക്കുന്നു. ചില ശാരീരിക സുഖങ്ങൾ മെച്ചപ്പെടുത്താൻ ഭൗതിക ശാസ്ത്രത്തിൻ്റെ അഭയം തേടുകയും ചെയ്യും. ചിലർ സ്വർഗപ്രാപ്തിക്കായിക്കൊണ്ട് ദേവതാരാധനയിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഭക്തിയുത സേവനത്തിൽ ഇഷ്ടഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രേയസിന് വേണ്ടിയിട്ട് പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തിയും ചെയ്യുന്നവരും ഇത്തരത്തിലുള്ള താൽക്കാലികമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും അവർക്ക് ഉണ്ടാകുക. സുഖദുഃഖങ്ങൾ രമിക്കും. അവർ വീണ്ടും അതനുസരിച്ചുള്ള ശരീരമെടുത്ത് വരാനൊക്കെ ഇടവരുന്നറിഞ്ഞാൽ, അപ്പോൾ ഭക്തിയിൽ തന്നെ കാറ്റഗറൈസേഷൻ ഉണ്ട്. നമ്മൾ ഭക്തനായിട്ട് മാറുക എന്നുള്ള അവസ്ഥയിൽ എത്തിയാൽ 4, 5, 6 സ്റ്റേജൊക്കെ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും അധപ്പതിപ്പിക്കാൻ 3ലേക്കും 4ലേക്കും ഒക്കെ എത്തിയാലും വേണ്ടില്ല, വീണ്ടും 5ാമത്തെ സ്റ്റേജ് എത്തുന്നവരെ നമ്മൾ വീണ്ടും അധപ്പതിക്കാൻ സാധ്യത കൂടുതലാണ്. ഇനി 6ാമത്തെ സ്റ്റേജിൽ എത്തിയാലും ചിലപ്പോൾ നേരെ താഴേക്ക് വരും ജയവിജയന്മാരുടെ കൂട്ടൊക്കെ. അതുകൊണ്ട് വളരെയധികം അലോട്ട് ആയിരിക്കണം. അതായത് ഓരോ സ്റ്റേജും കടക്കുമ്പോൾ അവിടെയൊക്കെ 9 പടികൾ കടക്കണം എന്നർത്ഥം. 1ാമത്തെ സ്റ്റേജിൽ 1, 2, 3 സ്റ്റേജുകൾ നമ്മൾ തീർത്തും നിരാശ്വരവാദികളും ആസുരി സ്വഭാവമുള്ള ഭൗതികതയിൽ മാത്രം വിശ്വസിക്കുന്നവരും അതിൽ രമിച്ച് നടക്കുന്നവരും ഈശ്വരീയമായിട്ട് യാതൊരു അവബോധവും ഇല്ലാത്തവരായിരിക്കും.
അതിനവസരം കിട്ടിയാൽ പോലും അതിനെ അവഗണിച്ച് നടക്കുന്നവരായിരിക്കും. പിന്നെ കുറച്ച് സ്റ്റേജ് മാറ്റം വരുന്നത് 4ാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ്. 4ാമത്തെ സ്റ്റേജിൽ എത്തിയാലും 9 പടി കടക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അനേക ജന്മങ്ങൾ ചിലപ്പം ജനിക്കേണ്ടി വരും. അതേപോലെ 5ാമത്തെ സ്റ്റേജിൽ എത്തുമ്പോഴത്തേനും നമ്മൾ യഥാർത്ഥ കറകളഞ്ഞ ഭക്തരായിട്ട് ഒരവസ്ഥയിലേക്ക് എത്തും. എന്നാലും വേണ്ടില്ല, അവിടെയും ചിലപ്പം ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഭൗതികതയിൽ കൂടുതൽ രമിക്കാൻ ഇടവന്നാൽ നിരന്തരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രബല ചിന്ത അവസാന കാലം വരെ എന്തിലുണ്ടാകുന്നു അതനുസരിച്ചുകൊണ്ട് ശരീരപ്രാപ്തി വീണ്ടും അതപ്പതിക്കാൻ ഇടവരാം. ജയവ്യഞ്ജന്മാരൊക്കെ എത്ര സ്റ്റേജ്, 6 സ്റ്റേജ് വരെ എത്തിയതാ, എന്നിട്ട് നേരെ താഴേക്ക് വന്നു. അപ്പം അതുകൊണ്ട് ഭക്തിയുത സേവനത്തിൽ നിരതനാകുന്നതിന് പകരം ദാർശനിക സിദ്ധാന്തങ്ങളിൽ ആകർഷണനാകുന്നു എന്നുവന്നാലും സുഖഭോഗത്തിനായിക്കുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവനും അത്തരം പ്രവർത്തികളുടെ വിഷലിപ്തമായിരിക്കുന്ന ഫലങ്ങൾ പാനം ചെയ്യേണ്ടതായിട്ട് വരും. ഇത്തരം ആളുകൾ വിവിധ ജീവഗണത്തിൽ ജന്മമെടുത്ത് ഇനി ആധ്യാത്മയിൽ പ്രവർത്തിക്കുന്ന ഭക്തരാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ പോലും ഇന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, അത്തരത്തിൽ ഭക്തിയുടെ മാർഗത്തിൽ വന്നാൽ പോലും മാംസാഹാരം കഴിക്കുക, മദ്യപാനം എന്നീ ഗ്രാഹണീയമായ, അതായത് ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുന്ന കാര്യങ്ങളിൽ ചെയ്യാൻ നിർബന്ധിതരായി തീരുകയും ഭൗതികവാദികൾ പൊതുവെ ക്ഷണികമായിരിക്കുന്ന ശരീരത്തെ ആരാധിച്ച് ആ ശരീര സുഖങ്ങളിൽ അഥവാ ഇന്ദ്രിയ സുഖങ്ങളിൽ കുടികൊള്ളുന്ന ആത്മാവിൻ്റെ ക്ഷേമത്തെ വിസ്മരിക്കാൻ പോലും ഇടവരും. ചിലർ ശരീര സുഖങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭൗതിക ശാസ്ത്രത്തിൽ അഭയം തേടുകയും ചെയ്യും. ചില സ്വർഗപ്രാപ്തിക്കായിട്ടുണ്ട് ആരാധനയിൽ പൂർണ്ണമായിട്ട് ഏർപ്പെടുന്നവരുമുണ്ട്. അപ്പോൾ ആത്മാവിൻ്റെ താല്പര്യങ്ങൾ മറന്ന ഭൗതിക ദേഹത്തിന് സുഖം അരുളുന്ന അവരുടെ ജീവിത ലക്ഷ്യം, അവരുടെ പുറപ്പാട് ആത്മഹത്യാപരമാണെന്നാണ് ഇവിടെ വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. അതുകൊണ്ട് ഭൗതിക ശരീരത്തോടും അതിൻ്റെ സൗകര്യങ്ങളോടും അതിര് കവിഞ്ഞ ബന്ധം വയ്ക്കാതിരിക്കുക. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.